ചില കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ ഇതേ കാര്യം ഒറ്റ വേർഡിൽ ചുരുക്കി ഷോർട്ടൻ ചെയ്ത് പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ സമയത്താണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു യൂസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ബിക്കോസ് എപ്പോഴും കേൾക്കുന്ന ആൾക്ക് എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കേൾക്കാനുള്ളൊരു ത്രാണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവില്ല. സോ എപ്പോഴും കീപ്പ് ഇറ്റ് സിമ്പിൾ. നമ്മുടെ കോൺവെർസേഷൻ എപ്പോഴും കീപ്പ് ഇറ്റ് സിമ്പിൾ. സോ ഇത് സിമ്പിൾ, നമ്മുടെ കോൺവെർസേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ആൻഡ് വിൽ ബി ലേണിംഗ് ജസ്റ്റ് ദാറ്റ് ടുഡേ. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു English Cafe everyone, and I am Abshitha. Okay, so the first situation is something that causes a death or a disaster. ചില കാര്യങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് മരണം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന, മോസ്റ്റ്ലി ഇറ്റ്സ് ഡെത്ത് ഓൺലി. സോ ചില രോഗങ്ങളുണ്ടാവും, ചില അസുഖങ്ങളുണ്ടാവും, അതെന്തായാലും ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയും അല്ലേ. സോ എന്തെങ്കിലും ഒരു കാര്യം ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും ഡിസാസ്റ്റർസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വൺ വേർഡ് ഉണ്ട്. അതെന്താണെന്നറിയോ? ഇറ്റ് ഈസ് കോൾഡ് ഫേറ്റൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫേറ്റൽ എന്ന് പറഞ്ഞാൽ അതെന്തായാലും മരണത്തിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ ആ ഒരു കാര്യം കൊണ്ട് മരണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫേറ്റൽ. പ്ലീസ് യൂസ് ദീസ് വേർഡ്സ്. ഐ മീൻ, ലെറ്റ്സ് ഹോപ്പ് യു ഡോണ്ട് ഹാവ് ദി സിറ്റുവേഷൻ ടു യൂസ് ദീസ് വേർഡ്സ്, ബട്ട് യെറ്റ് ലേൺ ദീസ് വേർഡ്സ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ ദീസ് വേർഡ്സ്. നിങ്ങളുടെ വൊക്കാബുലറിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫേറ്റൽ. നെക്സ്റ്റ് വൺ ഇസ് a large retail store selling a wide variety of goods. ചില സ്ഥലങ്ങളുണ്ടാവും ഒരുപാട് കൈൻഡ് ഓഫ് ഗൂഡ്സിന് നമുക്ക്, അതായത് ഒരുപാട് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് അവിടുന്ന് കിട്ടും. സോ അങ്ങനത്തെ ഒരു സ്ഥലം വേർ യു ഹാവ് ലൈക്ക് എ വെരി വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്, അങ്ങനത്തെ സ്ഥലത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വൺ വേർഡ് ഉണ്ട്. ദാറ്റ് ഈസ് Emporium. Okay, Emporium is a place where you get all kinds of stuff. കുറേ കാര്യങ്ങൾ കിട്ടുന്ന ഒരൊറ്റ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ Emporium എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സംതിങ് ദാറ്റ് ഇസ് ചാർജ്ഡ് ഹൈ. അതിനുള്ള ഒറിജിനൽ പ്രൈസിനെക്കാളും ഓവറായിട്ട് അതിന് പ്രൈസ് ഇടുന്നതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ആക്ച്വലി ഞാനൊരു ഹിൻറ്റ് തന്നുപോയി ഓൾറെഡി. ദാറ്റ് ഈസ് ഓവർ ചാർജ്. ഓക്കെ, വെൻ യു ഓവർ ചാർജ് സംതിങ്, ഇറ്റ് മീൻസ് ദാറ്റ് അതിനുള്ള പ്രൈസിനേക്കാളും നിങ്ങൾ അതിന് പ്രൈസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള മീനിങ് ആണ്. നമുക്ക് ചില പ്രൊഡക്ട്സ് ഒക്കെ കാണുമ്പോൾ തോന്നാറില്ലേ ഇത് ഓവർ ചാർജ് ചെയ്യാണ്, ഇതിന് ഇത്ര ഒന്നും ഉണ്ടാവില്ല ശരിക്കും. സോ അതാണ് ഈ ഓവർ ചാർജ്, where you give the price which the price would be very less, പക്ഷെ അതിനേക്കാളും പ്രൈസ് കൊടുക്കുമ്പോഴാണ് ഓവർ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ്, ഓക്കെ, നൗ ദിസ് ഈസ് വെരി സിമ്പിൾ വേർഡ്. ഇവിടെ ചെയർ, ടേബിൾ, കോട്ട് എന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുമ്പം കസേരയാണ്, ടേബിൾ ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടേം. നമ്മൾ വീട്ടിലേക്കൊക്കെ അത് മേടിക്കാന്നാണ് പറയുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് ടേബിൾ മേടിക്കണം, കോട്ട് മേടിക്കണം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയാറില്ല. വീട്ടിലേക്ക് ആ ഒരു സംഭവം മേടിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ എഫ്. ഓക്കെ, ഇറ്റ്സ് എ വെരി സിമ്പിൾ ടേം. ആൻഡ് വെൻ യു നോ ദ വേർഡ്, ഓൾസോ നോ ദാറ്റ് ഈ വേർഡിൻ്റെ സിംഗുലറും പ്ലൂറലും ഒരേ വേർഡാണ്. നമ്മൾ യൂഷ്വലി പ്ലൂറൽ ആക്കേണ്ട സമയത്ത് എസ് ആഡ് ചെയ്യാറുണ്ട്, പക്ഷേ ദാറ്റ് ഇസ് റോങ്. ദിസ് വേർഡ് ഇസ് യൂസ് ദ സെയിം വേ ബോത്ത് ഇൻ സിംഗുലർ ആൻഡ് ഇൻ പ്ലൂറൽ. ഓക്കെ, സോ ഈ വേർഡ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. And let me see if you can get it right. Okay, so that was it for today's video everyone. I hope you have understood these words and the meaning of those words as well. So yeah, namukku endalini adutha video il kaanam. So till then everybody, please take care and yeah, bye.